തൃശൂരിൽ ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടിയിൽ ഫൈബർ വള്ളം കൊണ്ടുപോകാൻ ശ്രമം. മോട്ടോർ വാഹന വകുപ്പ് വണ്ടി പിടിച്ചു. ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ, ഇതെപ്പോഴാണ് സംഭവം? ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനത്തിലാണ് ഫൈബർ വള്ളം കൊണ്ടുപോയത് അല്ലേ? ഇത് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ണിൽ തന്നെ ഒന്ന് പെട്ടു അല്ലേ? തീർച്ചയായും അരുൺകുമാർ, നമുക്ക് അരുൺകുമാർ ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ എത്ര വലിയ ബോട്ടാണ് പിന്നെ ഈ റോഡിലൂടെ ചെറിയ വണ്ടിയിൽ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾക്കാണ് ഇപ്പോൾ MVD തന്നെ നമ്മോടൊപ്പം ചേരുന്നു. എന്താ സംഗതി ഇത്? ഇത് തിരുനെൽവേലിയിൽ നിന്ന് കയറ്റി വന്നിട്ടുള്ള ബേപ്പൂർക്കുള്ള ബോട്ടാണ്. അവിടുന്ന് ഇന്നലെ രാത്രി 11 മണിക്ക് ലോഡ് ചെയ്തിട്ട് വന്നതാണ്. വണ്ടി പരിശോധിച്ചാൽ വണ്ടി ഈ ലോഡ് പ്രൊജക്ഷൻ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ശ്രദ്ധപ്പെട്ടത്. അങ്ങനെ വണ്ടി തറഞ്ഞെടുത്തി പരിശോധിച്ചു. വണ്ടി മറയുന്ന രീതിയിലാണ് അങ്ങനെ ആടിയാടിയിട്ടാണ് പോയിരുന്നത്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. എത്ര വലിയ ബോട്ടാണ് ഇത്ര ചെറിയ ഒരു ടെമ്പോ സംവിധാനത്തിൽ കൊണ്ടുപോകുന്നത്? വലിയ ട്രെയിലർ ലോറിയിൽ അല്ലെങ്കിൽ വലിയ ലോറിയിൽ 14 വീലുള്ള വണ്ടിയിൽ കൊണ്ടുകൊണ്ട ഒരു ബോട്ടാണ്. അപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോഴാണ് അതിൽ വണ്ടിയുടെ ഇൻഷുറൻസ് ഇല്ല, ഫിറ്റ്നസ് കഴിഞ്ഞിരിക്കുകയാണ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ വണ്ടി നിയമപരമായിട്ട് റോഡിൽ ഇറക്കാൻ പറ്റാത്തൊരു വണ്ടിയാണ്. അങ്ങനത്തെ വണ്ടിയിലാണ് ഈ ലോഡ് കയറ്റി വന്നിട്ടുള്ളത്. ഇതിപ്പോൾ എന്തൊക്കെ സെക്ഷനാണ് ഇതിന് വരിക? നമുക്ക് ലോഡ് പ്രൊജക്ഷൻ 20,000 രൂപയും, പിന്നെ പൊല്യൂഷൻ ഇല്ലാത്തതിന് 2,000 രൂപയും, ഇൻഷുറൻസ് ഇല്ലാത്തതിന് 2,000 രൂപയും, എല്ലാം അടക്കം 27,500 രൂപയാണ് ഫൈൻ കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്തരം വാഹനം പിടിക്കാറുണ്ടോ? അതെങ്ങനെയാണ് സാധാരണ? അങ്ങനെ കണ്ടുപിടിക്കാറുണ്ട്. ഇതിങ്ങനെ എപ്പോഴും വരുന്നൊരു വണ്ടിയല്ല, വല്ലപ്പോഴേക്കാണ് ഇങ്ങനത്തെ കാണുന്നത്. മാത്രമല്ല ഈ നഗരത്തിലൂടെ എങ്ങനെ കൊണ്ടുപോകണു അരുൺകുമാർ? നമുക്കിത് കണ്ടാൽ സത്യത്തിൽ കണ്ടാൽ നമുക്ക് ഭയം തോന്നും. അത്രയും വലിയൊരു ബോട്ട്, ഒരു ചെറിയ നമുക്ക് ആ വൈഡ് ദൃശ്യം വേണം കുറച്ചും കൂടിയും ക്ലിയർ ആയിട്ട് കാണാൻ കഴിയാം. അത്ര വലിയ ബോട്ട് ഒരു ചെറിയ വണ്ടിയിൽ കെട്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. തിരുനെൽവേലിയിൽ നിന്നാണ് കൊണ്ടുവന്നത് എന്നാണ് ഇപ്പോൾ MVD വ്യക്തമാക്കിയത്. ഇത് ബേപ്പൂർ കൊണ്ടുപോകുന്നു. ഇത്ര ദൂരം എങ്ങനെ എത്തിയ ഒരു പരിശോധന ഇല്ലാതെ എനിക്ക് അതാണ് അത്ഭുതപ്പെടുന്ന ഒരു കാര്യം. തിരുനെൽവേലിയിൽ നിന്ന് രാത്രി 11 മണിക്ക് ലോഡ് ചെയ്തത് ഇവിടെ തൃശ്ശൂർ വരെ എത്തിയത് എങ്ങനെയാണെന്നുള്ളത് ഡ്രൈവർ പറയുന്നുണ്ട്. സ്ഥിരമായിട്ട് കൊണ്ടുപോകാറുണ്ടെന്ന് ഡ്രൈവർ പറയുന്നു. ആള് 2002 മുതൽ ഇങ്ങനത്തെ ബോട്ടുകൾ കൊണ്ടുപോകുന്ന ഒരു ഡ്രൈവറാണ്. അതെ, ഇത് ചെക്ക് പോസ്റ്റ് ഇപ്പോൾ നമ്മുടെ അരുൺകുമാർ ചോദിക്കുന്നത് ചെക്ക് പോസ്റ്റുകളെയും കടന്നിട്ടല്ല വരുന്നത്, എന്നിട്ടൊരു പരിശോധന ഇല്ല എന്നാണോ? അല്ല, ചെക്ക് പോസ്റ്റുകളിൽ രാത്രി കാലങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റ് ഇല്ല. ഇപ്പം രാവിലെ പകൽ സമയത്ത് മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ രാത്രിയാണ് ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ടാവുക. അപകട സാധ്യത മറ്റു ആളുകൾക്കും അവർക്കും അപകട സാധ്യതയുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു വാഹനങ്ങൾക്കും അപകട സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇത് ഞാൻ കാണുന്ന സമയത്ത് ഈ വണ്ടി ഇങ്ങനെ ആടി ഒളിഞ്ഞിട്ട് മറയാൻ പോകുന്ന പോലെയാണ് കണ്ടത്. അതാണ് പെട്ടെന്ന് ശ്രദ്ധയപ്പെട്ടത്. രാവിലെ പട്രോളിങ്ങിലായിരുന്നു ഞാൻ. ഓക്കെ, അതാണ് അരുൺകുമാർ. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ തോന്നിയല്ലോ. അദ്ദേഹത്തിന്റെ പേര് കൂടി ഒന്ന് ചോദിച്ചോളൂ. അങ്ങയുടെ ബിജു, അതെ, ബിജു PV എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എൻഫോഴ്സ്മെന്റിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. തൃശ്ശൂർ RTO എൻഫോഴ്സ്മെന്റിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ബിജു PV മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, തൃശ്ശൂർ RTO എൻഫോഴ്സ്മെന്റ്, അരുൺകുമാർ. ഓക്കെ ബിജു സാറിനെങ്കിലും തോന്നിയല്ലോ ഇതൊന്ന് പിടിക്കാൻ. ഇതുവരെ ഈ ഒന്നാലോചിക്കും, തിരുനെൽവേലി മുതൽ തൃശ്ശൂർ വരെ ഈ വള്ളം, ഈ ഫൈബർ വള്ളം ഇതേപോലൊരു കൊച്ചു വാഹനത്തിൽ കൊണ്ടുവന്നിട്ട് ഒരാൾക്കും, ഒരു മോട്ടോർ വാഹന അതോറിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥനും ഒരു പോലീസുകാരനും തോന്നിയില്ല ഇത്രേ ഇതൊന്ന് ചോദ്യം ചെയ്യാൻ. പിടിച്ചപ്പോഴാണ് ഇൻഷുറൻസ് ഇല്ല, പൊല്യൂഷൻ ഇല്ല, ഫിറ്റ്നസ് ഇല്ല, ഒന്നുമില്ല. കൂടാതെ ഓവർലോഡും. 27,000 രൂപയാണ് ഇപ്പോൾ അടിച്ചു കൊടുത്തിരിക്കുന്നത്. ആ വണ്ടി വിറ്റാ അത്രയും പൈസ കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഒന്നാലോചിച്ച് നോക്കി എന്താ അവസ്ഥയാണെന്നേ. ഇതേപോലൊരു വണ്ടിയായിട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പേയും പിന്നാലെയും വരുന്ന മറ്റു വാഹനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ബൈക്ക് യാത്രയുടെ അവസ്ഥ എന്തായിരിക്കും? ആ ചലനങ്ങാനും പൊട്ടിയാൽ എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെടും? ഇതൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ചെക്ക് പോസ്റ്റ് കടന്നിട്ടാ വന്നത്. തിരുനെൽവേലിയിൽ നിന്ന് വന്നു എന്ന് ഓർമ്മിക്കണം. തൃശ്ശൂർ വരെ, തിരുനെൽവേലിയിൽ നിന്ന് തൃശ്ശൂർ വരുന്നതിനിടയിൽ നമ്മുടെ നിരത്തുകളിൽ ഒരു മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും ഇതൊന്നും പരിശോധിക്കാതെ പോയി. തൃശ്ശൂരിലെത്തിയപ്പോൾ പാവം ബിജു സാറ് കണ്ടു. പുള്ളിക്ക് അത് ഒരു പന്തികേട് തോന്നി. അദ്ദേഹം അന്വേഷിച്ചപ്പോഴാണ് ഈ സംഭവം ശുദ്ധ തട്ടിപ്പാണെന്ന് മനസ്സിലായത്. ഇതാണ് നടക്കുന്നത്.